കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2 വളരെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു പച്ചമുളക്, മല്ലിയില, 2 സവാള ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്നു. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 നുള്ള്, വെളിച്ചെണ്ണ ഇത്രയുമാണ് ആവശ്യം. ആദ്യം തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചിട്ട് വേവിക്കണം. 5 മിനിറ്റിൽ വെന്ത് കിട്ടും. ഒരു നുള്ളു ഗരം മസാലയും ഇട്ട് കൊടുക്കും. മീനൊന്നും കിട്ടാത്ത സമയം ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു കറി ഇത് മാത്രം മതി. ചോറ് തിന്നാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പപ്പടമോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ ചേർത്തും കഴിക്കാവുന്നതാണ്. ഇത് അടച്ചു വെച്ച് വേവിക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് ഇറക്കി മാറ്റി വെച്ച ശേഷം കടുക് വറുത്തിടാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെയും വെയിറ്റ് ചെയ്യും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തക്കാളി കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാം. ബാച്ചിലേഴ്സിനും പെട്ടെന്ന് കറി വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ തോന്നുന്നവർക്കും എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കറിയാണിത്. ഇത് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. കുറച്ച് വെള്ളം വെച്ച് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വേവിച്ചെടുത്താൽ മതി. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി ചാറ് പോലത്തെ കറിയാണിത്. ചോറിൽ ഒഴിച്ച് തിന്നാം. മീനൊന്നും ഈ മഴ സമയത്ത് മീനൊന്നും കിട്ടാത്ത സമയം ഈ കറി കൂട്ടി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ എല്ലാം ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാവുന്നതാണ്. അച്ചാറോ എല്ലാം വെച്ച് നല്ല രുചിയാണ്. എത്ര ചോറ് തിന്നാലും മതിയാവില്ല, അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. നല്ല വെളുത്തുള്ളി എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് താളിച്ച് കൊടുക്കാം. നല്ല രുചിയുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.